കാരണം അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. 1.5 വയസ്സുള്ളൊരു കുട്ടീനെ കൊന്ന 2 നായിൻ്റെ മക്കളാണ് ഇവ. അപ്പോൾ ഇവളൊക്കെ നൊന്ത് പ്രസവിച്ചു പോലും. 51 മുറിവുണ്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇത്ര ക്രൂരമായിട്ടാണ് ഈ ചെയ്തത്. അമ്മയാണ് അവൾ. ഇവളെക്കാളൊക്കെ എത്രയോ നിലയും വിലയുണ്ട്. പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്നവർ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വായിൽ പച്ച തെറി വരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ക്രൂരമായിട്ട് തന്നെ ഇവരെയും ചെയ്യണം. പിന്നെ നാട്ടുകാർ അവൻ അടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. ശരിക്കും ആരെങ്കിലും അതിനകത്ത് ഒരു കത്തിയും വെച്ചിട്ട് അവൻ്റെ കഴുത്തിൽ കുത്തി ഇറക്കണം. അത്രയും പ്രഷർ. ഇവളെയും അങ്ങനെ വെറുതെ ജയിലിലേക്ക് അങ്ങോട്ട് വിട്ടിട്ട് കുറച്ച് കാലം ഉള്ളിലിട്ടിട്ട് അങ്ങോട്ട് പുറത്തേക്കെന്ന് പറഞ്ഞാൽ പോരാ. ഇവർ 2 പേരെയും തൂക്കി കൊല്ലണം ഇവരെ. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്. കാരണം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലത്തെ പല ആൾക്കാർ, ആണായാലും പെണ്ണാണെങ്കിലും ശരി, പിന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ട് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് പലതും സഹിച്ചിട്ട് ജീവിക്കുന്ന പല ആൾക്കാരുണ്ട്. എസ്പെഷ്യലി ഞാനടക്കം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നമുണ്ടായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനത്തെ പിന്നെ ആൾക്കാരുള്ള ഈ കൂട്ടത്തിൽ ഇതുപോലത്തെ കഴിവരുടെ മക്കളെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ, കൊല്ലണം ഇവരെ. എൻ്റെ ഒരു അഭിപ്രായമാണ്. എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അത്രയും ദേഷ്യം കൊണ്ടാണ് കേരള ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഇവരെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ. ഇവരെ തൂക്കിക്കൊല്ലണം ഇവരെ. എത്രയും ക്രൂരമായിട്ടുള്ള ശിക്ഷയാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റുക. ഇഞ്ചിഞ്ചായി ചതയ്ക്കുന്ന രീതിയിൽ ഇവർക്കൊരു ശിക്ഷ കൊടുക്കണം. തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്.